വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ്. ഇന്നിപ്പോൾ എവിടെയാണെന്നറിയോ ഞാൻ ഇന്ന് സംസാരിക്കുന്നത്? ഇത് വിലങ്ങൻകുന്ന് എന്ന് പറയുന്ന തൃശ്ശൂർ ജില്ലയിലെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലാണ് ഞാൻ. ഇതിപ്പോൾ ഓൺ ദ വേ ആണ് കേട്ടോ വിലങ്ങൻകുന്നിലേക്ക്. പോകുമ്പോൾ ഉള്ള സീനറീസ് ഒക്കെയാണ്. അപ്പോൾ ഇന്ന് വിചാരിച്ചു ഇൻട്രൊഡക്ഷൻ ഇവിടുന്ന് തന്നെ ആവാമെന്ന്. അപ്പോൾ ഓൺ ദ വേയിൽ നിന്ന് സംസാരിക്കുവാണ്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ കൂടി ഉണ്ട് വിലങ്ങൻകുന്നിലേക്ക് പോകാനായിട്ട്. പക്ഷേ അവിടെ തൊട്ടേ കാഴ്ചകൾക്ക് അതിമനോഹരമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ? ഇത് നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് കേട്ടോ. നമുക്ക് അവിടെ ചെന്ന് അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം കാണാം. അതോടുകൂടി തന്നെ അവിടെ എന്തൊക്കെയാണ് സ്പെഷ്യലായിട്ട് കാണാനുള്ളത്. ഞാൻ കേട്ടത് തൃശ്ശൂർ ജില്ലയിലെ മൊത്തം ഒരു വ്യൂ പോയിന്റ് അവിടെ നിന്ന് കാണാമെന്നാണ്. അപ്പോൾ അത് നമുക്ക് കാണാം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. സോ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നു സന്ധ്യാസ് വ്ളോഗ്സിലേക്കും അതേപോലെ തന്നെ മനോഹരമായ വിലങ്ങൻകുന്നിൻ്റെ എപ്പിസോഡിലേക്കും. അപ്പോൾ നമുക്കൊന്ന് പോയാലോ? വരും. നമ്മളിപ്പോൾ വിലങ്ങൻകുന്നിലേക്കുള്ള ഓൺ ദ വേയിലാണ് കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തും നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് കാണാൻ. റോഡിൻ്റെ സൈഡ് മുഴുവനും പച്ചപ്പാണ്. 2 സൈഡിലൊരു കാട് പോലത്തെ ഫീലിംഗ് ആണ് കേട്ടോ. ഈ നടുക്കൊരു റോഡുണ്ട്. അതിന് മുകളിലേക്ക് നോക്കി 2 സ്ഥലത്തെ അപ്പുറത്തെ ഇപ്പുറത്തെയും 2 സൈഡിലെ മരങ്ങൾ മുകൾ ഭാഗത്ത് കൂട്ടി യോജിക്കുന്നുണ്ട്. ഒരു ആർച്ച് ഷേപ്പാണ് മരങ്ങൾ കൂട്ടി യോജിക്കുമ്പോഴുള്ള ഭംഗി കേട്ടോ. നമ്മൾ വിലങ്ങൻകുന്നിൻ്റെ എൻട്രൻസ് ഭാഗത്തെത്തി. ഇതാണ് വിലങ്ങൻകുന്ന്. നോക്കൂ, അവിടെ ഇവിടെയല്ലേ താഴ്വാരമാണ് കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ കയറി ഒരു കുന്നിൻ്റെ മുകളിൽ, അതാണല്ലോ വിലങ്ങൻകുന്ന്. അതിൻ്റെ മുകൾ ഭാഗത്തെത്തി. അപ്പോൾ നല്ല താഴ്ചയാണ്. താഴത്തോട്ട് കുത്തനെ അല്ലെങ്കിലും നല്ല താഴ്ചയുണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വിലങ്ങൻകുന്ന്. കണ്ടോ, ഇവിടെയാണ് നമ്മൾ 2 വീലേഴ്സൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. ഇത് 2 വീലേഴ്സൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാം. കാറാണെങ്കിൽ ഗേറ്റ്, അതിൻ്റെ ഒരു എൻട്രൻസ് ഉണ്ട് വിലങ്ങൻകുന്നിൻ്റെ. ആ ഗേറ്റ് കടന്ന് അകത്തേക്ക് 1 കിലോമീറ്റർ കൂടി നമുക്ക് കാറിലാണെങ്കിൽ പോകാം. എന്നിട്ട് അവിടെയാണ് കാറിൻ്റെ പാർക്കിങ്. അപ്പോൾ നമുക്ക് അകത്തേക്കൊന്ന് കടന്നാലോ? തൃശ്ശൂരിലെ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ സൈഡിലൂടെ ഒരു വഴിയുണ്ട്. അതാണ് വിലങ്ങൻകുന്നിൻ്റെ സ്റ്റാർട്ട്. ആ കാണുന്നതാണ് വിലങ്ങൻകുന്നിൻ്റെ എൻട്രൻസ് ആണ്. ഒരു ഓടിട്ട പോലെ കണ്ടില്ലേ, അതാണ് അതിൻ്റെ ഗേറ്റ് കേട്ടോ. അപ്പോൾ അവിടെ തന്നെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഇവിടെ ടിക്കറ്റ് കൗണ്ടറാണ് കേട്ടോ. ഇവിടെ രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെയാണ് സന്ദർശന സമയം. കുട്ടികൾക്കാണെങ്കിൽ 5 രൂപയും മുതിർന്നവർക്ക് 20 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. നമ്മൾ അകത്തേക്ക് കയറി. ഇനി നമുക്ക് കാർ, ഞാൻ പറഞ്ഞില്ലേ, ഒരു കിലോമീറ്റർ അകത്തേക്ക് പോകാം. അത് കഴിഞ്ഞിട്ടാണ് കാർ പാർക്കിംഗ് ഉള്ളത്. അപ്പോൾ ആ പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ്. ഇവിടെ ഒരു ബിൽഡിങ് പോലെയുണ്ട്. അതിൻ്റെ സൈഡിലേക്കാണ് കാറ് പാർക്കിങ് കേട്ടോ. അപ്പം നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. ഇപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞാനിപ്പോൾ കാണിച്ചു തരാം. ആ ഗേറ്റ് കണ്ടോ, അവിടെ കൂടിയാണ് നമ്മൾ വണ്ടി ഓടിച്ച് അകത്തേക്ക് കയറിയത്. അപ്പോൾ നമ്മൾ പാർക്ക് ചെയ്ത ശേഷം ഞാൻ കാണിച്ചു തരുന്നത് ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് നമ്മൾ വണ്ടി ഓടിച്ചിങ്ങോട്ട് വരുമ്പോൾ ആ ഭാഗത്താണ് ഒരു ആംഫി തിയേറ്റർ എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട്. അപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. അപ്പോൾ ആംഫി തിയേറ്ററിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. ആംഫി തിയേറ്റർ എന്ന് എഴുതിയേക്കുന്ന ബോർഡിൻ്റെ സൈഡിലൂടെയുള്ള ഒരു വഴിയിലേക്കാണ് ഇപ്പം ഞാൻ നടക്കുന്നത്. അതാണ് ആ തിയേറ്ററിലേക്കുള്ള ഭാഗമാണ് ആംഫി തിയേറ്ററിലേക്കുള്ള ഒരു പടവുകൾ പോലെയാണ് പടികൾ കേട്ടോ. അവിടെ നമുക്ക് അങ്ങോട്ട് പോകാം. ഇതാ നോക്കൂ, ഈ പടികൾ ചവിട്ടിയാണ് ഇപ്പം നമ്മൾ ഇറങ്ങി വന്നേക്കണത് ഈ തിയേറ്ററിലേക്ക്. ഇതാ നേരെ അങ്ങോട്ട് പോകുമ്പോൾ കാണുന്നതാണ് തിയേറ്റർ കേട്ടോ. ഇതാണ് ആംഫി തിയേറ്റർ. ഒരു നമ്മൾ തിയേറ്ററിൽ പോയി എങ്ങനെ ഇരിക്കുക അതേപോലെ തന്നെയാണ് ഇത് കാണുന്നത്. കാരണം ആ ഒരു താഴത്തിരിക്കാനുള്ള സീറ്റും പിന്നെ മുകളിലേക്ക് പോയി ഇപ്പോൾ ഒരു ബാൽക്കണി പോലെ മുകളിലേക്കും അതേപോലെ തിയേറ്ററിൻ്റെ ആ സെയിം സ്ട്രക്ചറാണ് ഇതിനുള്ളത്. ഇതാണ് ആംഫി തിയേറ്റർ. ഇങ്ങോട്ട് കയറാനായിട്ട് പല വഴികളുണ്ട് കേട്ടോ. അവിടെ അറ്റത്തൂടെ ഒരു വഴിയുണ്ട്, പിന്നെ നമ്മളിപ്പോൾ ഇറങ്ങി വന്ന വഴിയുണ്ട്, പിന്നെ ഈ ഒരു വിലങ്ങൻകുന്നിൻ്റെ ഗേറ്റിലേക്ക് ഇങ്ങനെ കടക്കുമ്പോൾ തന്നെ ഇങ്ങോട്ടൊരു എക്സിറ്റ് ഉണ്ട്. അങ്ങനെ 3 വഴികളാണ് ഈ ആംഫി തിയേറ്ററിലേക്കുള്ളത്. ഒരു പഴയകാല ഒരു സിനിമാ തിയേറ്ററിൻ്റെ ഒരു രൂപം, അത്ര ഒരു രൂപമാണ് ഈ കാണുന്നത്. പണ്ടെങ്ങനെ ഒരു സിനിമാ തിയേറ്റർ ഉണ്ടായോ അതേപോലെ. നമ്മളിനി തിരിച്ചു പോവുകയാണ് മുകളിലേക്ക്. ആ തിയേറ്ററിൻ്റെ ഒരു ആംഫി തിയേറ്റർ എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടല്ലോ, അങ്ങോട്ടേക്ക് പോകാം. അത് കഴിഞ്ഞ് സ്ട്രെയിറ്റ് അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ മനോഹരമായ വിലങ്ങൻകുന്നിൻ്റെ കാഴ്ചകളാണ് ഇനിയുള്ളത്. അപ്പോൾ നമുക്കത് പോയി കാണാം. നമ്മളിതേ തിരിച്ച് കയറി ഇങ്ങോട്ട് എത്തി. ഇതാണ് ആംഫി തിയേറ്ററിൻ്റെ ബോർഡ്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക്
സ്ട്രെയിറ്റ് ഈ വഴി അങ്ങോട്ട് പോകാം. ഇവിടെ ഹാൻഡ് റെയിൽസ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അതിന് കൈ പിടിച്ചിറക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഒരു സേഫ്റ്റിക്കായിട്ട് അതവർ വെച്ചിട്ടുണ്ട്. ഈ വഴി അങ്ങോട്ട് പോകുമ്പോൾ വിലങ്ങൻ കുന്നിൻ്റെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വഴി ഒന്ന് നടന്ന് നോക്കിയാലോ? നോക്കൂ, സൈഡിൽ മുഴുവനും കുന്നിൻ്റെ താഴ്വാരമാണ് കേട്ടോ. മുഴുവനും പച്ചപ്പും ഒരു ചെറിയൊരു കാട് പോലത്തെ ഒരു ഫീലിംഗ് ആണ്. ദൂരേക്ക് നോക്കിയാൽ നല്ല കുന്നും മലകളും എല്ലാം ഉണ്ട്. ഞാനിപ്പോൾ ഒരു സൂം ചെയ്ത് കാണിക്കുന്നതാണ്. നമ്മളിത് ആ കാണുന്നതാണ് ആംഫി തിയേറ്റർ കേട്ടോ. നമ്മളിപ്പോൾ അപ്പുറത്ത് നേരിട്ട് പോയി കണ്ടല്ലോ അത്. അപ്പം നമുക്ക് നേരെ ഈ സ്ട്രെയിറ്റ് ഈ റോഡിൽ കൂടി അങ്ങോട്ട് ഈ കുന്നിൻ്റെ മനോഹരമായ കാഴ്ചകൾ കണ്ട് നമുക്ക് നടക്കാം. നല്ലൊരു കാറ്റും അതുപോലെ ചെറിയ തണുപ്പും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ആ അപ്പുറത്തെ കാടിൻ്റെ ഭാഗത്തേക്ക് കണ്ടോ, നല്ല താഴ്വാരമാണ്. അതേപോലെ തന്നെ കാണാനായിട്ട് അതിമനോഹരമാണ് ഈ ഒരു പച്ചപ്പ് കേട്ടോ. അങ്ങനെ കുത്തനെയുള്ളൊരു കാടല്ല, താഴ്വാരം അല്ല കേട്ടോ. ഇതൊരു കാട് പോലെയാണ്, പക്ഷെ കുത്തനെയല്ല, എന്നാൽ നല്ല താഴ്ചയുണ്ട്. ഇവിടെ സൈഡിലൊക്കെ ഇരിക്കാനായിട്ട് നല്ല ഉരുളം കല്ലുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് ഇരുന്ന് ഇങ്ങനെയൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരിക്കാനായിട്ടൊക്കെ പറ്റിയ സ്ഥലം. ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്, ഒരുപാട് കപ്പിൾസ് എല്ലാം വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയാണ്. കുറേ മുളഞ്ചെടികളും മുളങ്കാടുകളും എല്ലാം ഉണ്ട്. ശരിക്കും ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഇപ്പം നമുക്ക് ഈവനിങ് തന്നെ വേണമെന്നില്ല കേട്ടോ. ഉച്ച സമയമാണെങ്കിലും ആ ഒരു വെയിലൊന്നും ഇവിടെ അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. കാരണം ഇത്രയും മരങ്ങളുള്ളപ്പോൾ വെയിൽ എവിടെ നിന്ന് വരാനാ? നല്ലൊരു തണുപ്പുണ്ട്, സുഖമാണ് നടക്കാനായിട്ട്. സൈഡിലെല്ലാം ഇങ്ങനെ ഹാൻഡ് റെയിൽ പിടിപ്പിച്ചേക്കണമുണ്ട്. നമുക്ക് അതിലിങ്ങനെ ചാരി നിന്ന് കാഴ്ചകളൊക്കെ കാണുകയും ചെയ്യാം. ഇത് ഈ അറ്റം തൊട്ട് അറ്റം വരെ, ഇത് തീരണം അവിടം വരെ ഈ ഹാൻഡ് റെയിൽസ് ഉണ്ട് കേട്ടോ ഒരു സൈഡിൽ. മറ്റേ സൈഡിൽ നമുക്കിങ്ങനെ കയറി നിന്ന് ഇരിക്കാനും ഒക്കെ ആയിട്ട് ബെഞ്ചുകളും അതുപോലെ തന്നെ ഈ പാറക്കല്ലുകളും എല്ലാം ഉണ്ട്. ഇവിടെ നമുക്ക് നടന്നു കാണാനുള്ള കാഴ്ചകളാണ് കേട്ടോ ഉള്ളത്. പക്ഷെ മനോഹരമായ പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ അതിവിടെ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാനായിട്ട്. നമുക്ക് ആർക്ക് വന്നാലും ഇഷ്ടപ്പെട്ടു പോകും കേട്ടോ. അങ്ങനത്തെ ഒരു ഭൂപ്രകൃതിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ, അപ്പുറത്തെ സൈഡൊക്കെ ഹാൻഡ് റെയിൽസ്. നമുക്ക് കണ്ടിരുന്ന് പോകും, ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയാനും ഒക്കെ ആയിട്ട് നല്ല നല്ല സ്ഥലങ്ങൾ. നമുക്ക് ഇരിക്കാനൊക്കെ കല്ലുകൾ, അതുപോലെ മരത്തിൻ്റെ ചില്ലകൾ, അങ്ങനെ എല്ലാം ഉണ്ട്. ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സൗന്ദര്യം. അതാണ് കേട്ടോ ഈ വിലങ്ങൻ ഹിൽസിൻ്റെ പ്രത്യേകത. ഞങ്ങളിങ്ങനെ നടന്നു വന്നപ്പോൾ ഒരു പ്ലാവിന് കുറേ ചക്ക ഉണ്ടായി കിടക്കുന്നു. നോക്കിയപ്പോൾ നമ്മുടെ വിയറ്റ്നാം മേർലി പ്ലാവാന്ന് തോന്നുന്നു. കാരണം ചെറിയ ചെറിയ ചക്കകളാണ് കേട്ടോ. ഏറ്റവും താഴത്ത് തൊട്ടുണ്ട് അങ്ങോട്ട് കണ്ടോ, എന്ത് ഭംഗിയാന്ന് നോക്കി ഉണ്ടായി കിടക്കണ കാണാൻ. ഇതും ഒരു ഭംഗി തന്നെയാണ് ഈ ഭാഗത്തൂടെ നടന്നു പോകുമ്പോൾ. ഇതെല്ലാം വിലങ്ങൻ ഹിൽസിൻ്റെ ഒരു ഭാഗത്ത് കാണുന്ന കാഴ്ചകളാണ്. മറുഭാഗത്ത് താഴ്വാരമാണ്, ആ ഒരു കുന്നിൻ്റെ താഴ്വാരമാണ്. അവിടെയാണ് ഹാൻഡ് റെയിൽസ് പിടിപ്പിച്ചേക്കുന്നത്. മറ്റേ ഭാഗം ഓപ്പൺ ആണ് കേട്ടോ, നമുക്ക് അങ്ങോട്ട് കയറാം. ആ ഹാൻഡ് റെയിൽസ് പിടിപ്പിക്കാത്ത ഭാഗമാണ് ഈ കാണുന്നത്. ഇതുപോലെ പ്ലാവും അതുപോലെ തന്നെ മുളങ്കാടുകളും പിന്നെ ചെറിയ ചെറിയ പാറക്കല്ലുകളും ഒക്കെ ആയിട്ട് നമുക്ക് ഇരുന്ന് റിലാക്സ് ചെയ്ത് സംസാരിക്കാനായിട്ടും ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടൊരു പറ്റിയ സ്ഥലമാണ്. ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരുന്ന ആ ഒരു ഹാൻഡ് റെയിലിൻ്റെ ഭാഗത്തൂടി പോയപ്പോൾ പെട്ടെന്ന് ഒരു തിരിവ് പോലെ ഇങ്ങോട്ട് ഇപ്പുറത്തേക്കൊരു സൈഡിൽ ഒരു വഴി പോലെ കണ്ടു. അപ്പോഴാണ് അവിടെ എഴുതി വെച്ചേക്കണത് വാച്ച് ടവർ എന്ന്. അപ്പോൾ വിചാരിച്ചൊന്ന് നോക്കാം. അപ്പം നമ്മൾ നടന്നുകൊണ്ടിരുന്ന ഭാഗത്തിൻ്റെ ഒരു സൈഡിലേക്ക് തിരിഞ്ഞപ്പോഴാണ് ഈ വാച്ച് ടവർ കാണുന്നത് കേട്ടോ. അപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് കയറി നോക്കാം. ഇവിടെ ഈ വാച്ച് ടവറിലേക്ക് കയറുന്ന സ്ഥലത്തെല്ലാം ഫുൾ കോഴിവാലൻ ചെടികളാണ് സൈഡിലെല്ലാം. ഇതാണ് വാച്ച് ടവർ. നമുക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയുടെ ഒരു ഭൂരിഭാഗം ഏരിയയും നമുക്ക് ഇവിടുന്ന് കാണാമെന്നാണ് പറയുന്നത്. നോക്കൂ എന്ത് ഭംഗിയാണ്. ആ താഴത്ത് കാണുന്ന ഹാൻഡ് റെയിൽസ് കണ്ടോ, നമ്മൾ നടന്നു വന്ന വഴിയാണ് കേട്ടോ. അവിടുന്ന് ഒന്ന് ചെറിയൊരു ട്വിസ്റ്റ് എടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വാച്ച് ടവറിലേക്ക് കയറിയത്. ഇതാണ് അവിടെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച. എന്ത് ഭംഗിയാന്നൊക്കെ, എന്തോ ഒരു ഏരിയ എന്നറിയോ ഇത് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. ആ ചെറിയ ചെറിയ സ്പോട്ട് പോലെ കാണുന്നതെല്ലാം വീടുകളാണ്. ഇപ്പൊ നോക്കൂ, ആ ഒരു മണ്ണൊക്കെ ഇട്ട് ആ ഒരു വഴി കണ്ടോ, അത് റോഡ് ഭാഗവും അതുപോലെ പച്ച ഇതുള്ളത് പാടം. അത് കഴിഞ്ഞിട്ട് വീണ്ടും റോഡ് ഭാഗം.
പിന്നെ കുറേ മരങ്ങൾ, തെങ്ങിൻ തോപ്പുകൾ, അങ്ങനെ കുറേ ഭാഗം പിന്നെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് പോരുമ്പോൾ നമ്മൾ കാണുന്നത് ചെറിയ ചെറിയ സ്പോട്ട് പോലെ കാണുന്ന ഒരു വെള്ള ഇതുപോലെ സ്പോട്ട് കാണുന്നതെല്ലാം വീടുകളാണ് കേട്ടോ. ഇതാ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും വീടുകൾ. ബാക്കിയൊക്കെ മരങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. പിന്നെ അപ്പുറത്തെ ഗ്രീൻ വീണ്ടും പാടശേഖരങ്ങളാണ് കണ്ടോ. ആ ഒരു ബ്ലൂ കളർ, വൈറ്റ് കളർ ഒരുപാട് സ്പോട്ട്സ് കാണുന്നുണ്ട്. അതെല്ലാം ഓരോ ബിൽഡിങ്സ് ആണ്, വീടുകളും ഫ്ലാറ്റുകളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് കാണുന്നത്. നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുന്നിൻ്റെ മുകളിൽ നിന്നാണ് ഇത് നോക്കുന്നത്. ശരിക്കും ഒരു സാറ്റലൈറ്റ് വ്യൂ പോലെയാണ്. അതുകൊണ്ടാണ് നമുക്ക് തീരെ ചെറുതായിട്ട് തോന്നുന്നത്. പക്ഷെ ഇതെല്ലാം വീടുകളും ഫ്ലാറ്റുകളും അതുപോലെ തന്നെ പാടശേഖരങ്ങൾ, അതുപോലെ റോഡുകൾ, തെങ്ങിൻ തോപ്പുകൾ, ഇതെല്ലാം മഴകൾ. എന്തോരം വീടുകളെ കാണാൻ പറ്റുന്നത് നോക്കുക. ഇതെല്ലാം മുകൾ ഭാഗത്ത് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. അതുകൊണ്ടാണ് അത്രയും ചെറുതായിട്ട് തോന്നുന്നത്. പക്ഷെ അതെല്ലാം വലുതാണ്. നമ്മൾ എത്ര പൊക്കത്തിൽ നിന്നറിയോ ഇത് കാണുന്നത്. ശരിക്കും ഒരു കൊടൈക്കനാലിലൊക്കെ പോയ ആ ഒരു ഫീലിംഗ് തോന്നുന്നു. നമ്മൾ ഇത്രയും ഇങ്ങനെ മുകൾ ഭാഗത്ത് നിന്ന് താഴ്വാരത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയുണ്ടല്ലോ, അതുപോലെയാണ് തോന്നുന്നത്. ഇല്ല, ആ കാണുന്ന വൈറ്റ് കളർ ഒരു പള്ളിയാണ് കേട്ടോ. അത് വെയിലിൻ്റെയും കൂടി ആകുമ്പോൾ ചില സമയത്ത് ക്ലിയർ ആവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. താഴത്ത് കൂടിയുള്ള ഹാൻഡ് റെയിൽ കണ്ടു. നമ്മൾ ആ വഴി കൂടിയാണ് നടന്നു പോയിക്കൊണ്ടിരുന്നത്. ചെറിയൊരു ടേണിങ് കണ്ടപ്പോൾ, ഈ വാച്ച് ടവർ കണ്ടപ്പോൾ ഞാൻ നേരെ മുകളിലേക്ക് വന്നതാണ്. ഇതാണ് ഇവിടെ നോക്കുമ്പോൾ ഏറ്റവും മനോഹരമായൊരു ദൃശ്യമാണ് കേട്ടോ. നേരിട്ട് കാണുമ്പോഴാണ് ഇതിന് കൂടുതൽ ഭംഗി. നമുക്ക് എത്ര ഏരിയ എന്നറിയോ അത് കവർ ചെയ്യുന്ന, അത്രയ്ക്ക് ഭംഗിയെ കാണാൻ കേട്ടോ. എനിക്ക് തോന്നുന്നു വിലങ്ങൻ കുന്നിൻ്റെ ഏറ്റവും സൗന്ദര്യം എന്ന് പറയുന്നത് ഈ വാച്ച് ടവറിൽ നോക്കുമ്പോൾ കാണുന്ന ഈ ഒരു മനോഹരമായ ദൃശ്യം തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് നമ്മൾ പോയ വഴിയാണ്. അപ്പം ഇനി നമുക്ക് നമ്മൾ വാച്ച് ടവറിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി അപ്പോൾ കാണുന്ന ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന സെൽഫി മുക്ക് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത് കോളേജ് കുട്ടികളും അതുപോലെ തന്നെ കപ്പിൾസൊക്കെ വന്ന് സെൽഫീസ് എടുക്കാനായിട്ട് നിൽക്കുന്ന സ്ഥലമാണിത്. പക്ഷെ നല്ല പ്ലേസ് ആണ്, സെൽഫി എടുക്കാൻ നല്ല അക്യുറേറ്റ് പ്ലേസ് ആണ് കേട്ടോ ഇത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് എന്താ കാണാനുള്ള എന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് പറയുന്നില്ല. പക്ഷെ പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക്, അതായത് നേച്ചർ ലവേഴ്സിന് ഇതൊരു എക്സാക്ട് പ്ലേസ് ആണ്. കാരണം അത്രയ്ക്ക് മനോഹരമാണ് ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള കാഴ്ചകൾ. അത് പ്രകൃതി സ്നേഹികൾക്ക് പറ്റിയ സ്ഥലമാണ് വിലങ്ങൻകുന്ന്. ഇത് കഴിഞ്ഞ് നമ്മളിത് വീണ്ടും ആ ഹാൻഡ് റെയിൽസിൽ കൂടി തന്നെ വീണ്ടും നടക്കുവാണ്. ഇത് കണ്ടോ, താഴ്ചയിലേക്ക് നോക്കുമ്പോൾ എന്തൊക്കെ കാഴ്ചകളാണ്. വാഗപ്പൂവ്, അങ്ങനെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് മരങ്ങളും മൊത്തം ഒരു പച്ചപ്പ്. എല്ലാ സ്ഥലത്തും ഈ ഹാൻഡ് റെയിൽസ് കെട്ടിയിട്ടുണ്ട്. അത് നമുക്കങ്ങനെ കുന്നിൻ്റെ അങ്ങോട്ടൊന്നും ഇറങ്ങാനായിട്ടൊന്നും പറ്റില്ല. അപ്പം നമ്മളിതേ കറങ്ങി കറങ്ങി തിരിച്ചതേ നമ്മൾ ഇത് കണ്ടോ, നമ്മൾ 2 വീലറൊക്കെ പാർക്ക് ചെയ്യുന്ന പ്ലേസ് കണ്ടല്ലോ. അപ്പോൾ ഇത് കറങ്ങി തിരിഞ്ഞ് അവിടെയാണ് വരുന്നത്. അപ്പം നമ്മളിതേ തിരിച്ച് പോന്നു. ഞങ്ങൾ പകൽ സമയത്ത് വന്നിട്ടും ഇവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഒരുപാട് ആളുകളുണ്ട് ഇവിടെ കാണാനായിട്ട് ഈ കാഴ്ചകളെല്ലാം. ഇതേ നമ്മൾ ഇങ്ങോട്ട് തിരിയുമ്പോഴത്തേക്കും നമ്മുടെ കാർ പാർക്ക് ചെയ്ത സ്ഥലമാണ്. ഇവിടെ നമ്മൾ കാർ പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഒരു ഓപ്പൺ സ്റ്റേജ് എന്ന് പറഞ്ഞ് ഒരു ബോർഡ് കണ്ടു കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് ജസ്റ്റ് ഒന്ന് കയറുകൊണ്ട് ഇതാണ് ഓപ്പൺ സ്റ്റേജ്, ഒരു തുറന്നൊരു സ്റ്റേജ്. പിന്നെ കുറേ പില്ലേഴ്സ്, കുറേ പണ്ടത്തെ കൃഷിക്കാരുടെ അതുപോലെ ഫോട്ടോസ് എന്ന് വെച്ചാൽ ഇങ്ങനെ കല്ലി കൊത്തിയുള്ള പ്രതിമകൾ ഉണ്ടോ. ഇതുപോലെ പണ്ടത്തെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ കേരള സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില പ്രതിമകൾ, ഇതെല്ലാമാണ് ഇവിടെ കാണാനുള്ളത്. ഇതെല്ലാം നമ്മൾ ആ ഒരു കംപ്ലീറ്റ് പ്രകൃതി ഭംഗി ആസ്വദിച്ച് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഇപ്പം നമ്മൾ തിരിച്ചത് നമ്മുടെ ആംഫി തിയേറ്ററിൻ്റെ ഭാഗത്തേക്ക് എത്തി. ഇതൊക്കെ ഇറങ്ങി ചുറ്റി ഇങ്ങനെ ഈ ഭാഗത്തേക്ക് തന്നെ വരും കേട്ടോ.
അപ്പോൾ ഇപ്പം നിങ്ങൾ ഈ ആംഫി തിയേറ്ററിൻ്റെ ബോർഡ് കണ്ടല്ലോ, ഇതിൻ്റെ സൈഡിലേക്ക് പോയപ്പോഴാണ് നമ്മൾ ആംഫി തിയേറ്ററും കണ്ടു, അതുപോലെ തന്നെ ഈ ഒരു പ്രകൃതി ഭംഗി, അതായത് വാച്ച് ടവറും അതെല്ലാം കണ്ടു. പക്ഷെ ആ സൈഡിലേക്ക് പോകാണ്ട് നേരെ മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇതെല്ലാം. അവിടെ ഒരു ചെറിയൊരു ഫുഡ് കോർട്ട് പോലെയുണ്ട്. ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര വിശാലമായ ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കടയാണ്. പക്ഷേ നല്ല അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടും, ജ്യൂസും ഷേക്കും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഞങ്ങൾ അതിനകത്ത് കയറിയായിരുന്നു. ഇവിടെ ചെറിയ കുഞ്ഞു കുഞ്ഞു സ്നാക്സ് ഒക്കെ ഉണ്ട് കേട്ടോ, ചായ, പഴംപൊരി, ഉഴുന്നുവട, പരിപ്പോട അങ്ങനെയെല്ലാം ഉണ്ട്. ഞങ്ങൾ വാങ്ങിച്ചത് ഷാർജ ഷേക്കാണ്, പക്ഷേ ഒരു നാടൻ രീതിയിലുള്ള നമ്മൾ പണ്ടൊക്കെ കുടിച്ചിരുന്ന ഷാർജ ഷേക്ക് ഉണ്ടല്ലോ അതേപോലത്തെ ടേസ്റ്റ്, ബൂസ്റ്റൊക്കെ ഇട്ട് ഉണ്ടാക്കിയതാണ്, കൊള്ളായിരുന്നു. പിന്നെ നെല്ലിക്ക ഉപ്പിലിട്ട് ഭരണിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്, കുപ്പിയിലൊക്കെ ഭരണിയല്ല കുപ്പിയിലൊക്കെ വെച്ചിട്ടുണ്ട്. അതിന് തൊട്ടിപ്പുറത്താണ് കിഡ്സ് പാർക്ക്, കുട്ടികൾക്ക് കളിക്കാനുള്ള നല്ലൊരു പാർക്ക് ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങോട്ടേക്ക് കയറാനായിട്ട് ഇതുപോലെ പടിത്തട്ടുകൾ കയറുക. അവിടെ ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മൊത്തം ഈ ഒരു വിലങ്ങൻകുന്നിൻ്റെ ഭംഗി എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ആ പാർക്കിൻ്റെ സൈഡിലായിട്ട്. അത് കഴിഞ്ഞ് ഈ സൈഡിലേക്ക് കയറി കഴിയുമ്പോൾ പാർക്കാണ് കേട്ടോ. പാർക്കിൻ്റെ സൈഡിലാണ് ഇപ്പം ഞാൻ പറഞ്ഞ ആ ഒരു വിലങ്ങൻകുന്നിൻ്റെ ഒരു വ്യൂ പോയിന്റ് കാണാൻ പറ്റിയ ഒരു സ്ഥലം. അത് കഴിഞ്ഞ് സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് പാർക്കാണ്. ഒരു രസമുണ്ട് കേട്ടോ, ഇങ്ങനെ സ്റ്റെപ്പ് കയറി മോളിൽ നോക്കുമ്പോഴാണ് പാർക്ക് കാണുന്നത്. ഈ സ്റ്റെപ്പിന് തന്നെ ഒരു ഭംഗിയുണ്ട് അല്ലേ, സാധാ ഒരു പടികളല്ലല്ലോ, ഒരു പ്രത്യേക തരം ഭംഗിയുണ്ട്. ചെറിയൊരു പാർക്ക്, കുഴപ്പമില്ല കാണാനായിട്ട്. ഇങ്ങനെ അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാനുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ നല്ല വെയിലാണ്, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുട്ടികളൊന്നും അധികം ഇല്ല. ദേവും അതുകൊണ്ട് ഇറങ്ങിയില്ല, ഭയങ്കര വെയിലായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. ഇത് ഏകദേശം ഒരു 1 മണി 2 മണി സമയമാണ്. പക്ഷെ എന്നാലും ആളുകൾ ഒരുപാടുണ്ട് കേട്ടോ. ഈ പാർക്കിൻ്റെ ഭാഗത്തല്ല കേട്ടോ ഉള്ളത്, നമ്മൾ ആ ഒരു ഭംഗിയുള്ള സീനറീസ് ഒക്കെ കണ്ടില്ലേ, ആ ഭാഗത്താണ്. അവിടെയെങ്കിലും ഒട്ടും വെയിലോ ചൂടോ ഒന്നും അനുഭവപ്പെടില്ലല്ലോ. അപ്പോൾ അവിടെയാണ് ആളുകൾ എല്ലാവരും പ്രകൃതി ഭംഗി എൻജോയ് ചെയ്തിരിക്കുന്നത്. ഈ പാർക്കിൻ്റെ ഭാഗത്തേക്ക് ആരും അങ്ങനെ ഇല്ല. പിന്നെ ഇവിടെ ഒരു കുടുംബശ്രീയുടെ ചെറിയൊരു ക്യാൻറ്റീനും ഉണ്ട്. അപ്പം ഇതെല്ലാം കഴിഞ്ഞു, നമ്മൾ വണ്ടി എടുത്തു തിരിച്ചിങ്ങോട്ടേക്ക് പോരുവാണ്. നമ്മൾ തിരിച്ച് വണ്ടി എടുത്ത് നേരെ പോകും. നമ്മൾ ആ ഗേറ്റിൻ്റെ എൻട്രൻസ് ഉണ്ടല്ലോ അവിടെ എത്തി. അപ്പം ഇതാണ് വിലങ്ങൻകുന്നിൻ്റെ വിശേഷങ്ങൾ. സിറ്റിയിലെ തിരക്കും വളരെ ധൃതി പിടിച്ച ജീവിതത്തിനിടയ്ക്ക് ഇതേപോലത്തെ മനോഹരമായ പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണുക എന്ന് പറഞ്ഞത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും തൃശ്ശൂർ ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് പറ്റിയ സ്ഥലമാണ് കേട്ടോ വിലങ്ങൻകുന്ന്. അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ ചെന്ന് കാണാൻ ഒരു കാഴ്ചയല്ല, പക്ഷെ പ്രകൃതി അത്രയ്ക്ക് മനോഹരമായി ആ പ്രകൃതിയെ വർണ്ണിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണിത്. അതായത് ഇന്നൊരു സ്ഥലം, ഇന്നൊരു കാണാൻ ഇങ്ങനത്തെ ഒരു സ്പോട്ട് അങ്ങനെ പറയാനായിട്ടില്ല. എന്നാലും തൃശ്ശൂർ ജില്ല ഒരുവിധം നന്നായിട്ട് കാണാൻ പറ്റും. മുകളിൽ നിന്ന് വാച്ച് ടവറിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ പ്രകൃതി ഭംഗി, നല്ല തണുത്ത ഒരു കാറ്റും ഒക്കെ ആയിട്ട് നല്ലൊരു സ്ഥലം, നന്നായിട്ട് നമുക്ക് പ്രകൃതിയെ എൻജോയ് ചെയ്ത് ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും എപ്പോഴെങ്കിലും ഈ വഴി വന്നാൽ ഇതൊന്ന് കാണാൻ മറക്കരുത് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.